നമ്മുടെ വീട്ടിലൊക്കെ വേപ്പിൻ്റെ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തണ്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായി കഴുകി ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്ത് പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പല്ല് ക്ലീൻ ആവാനും പല്ലിൽ മോണപ്പഴുപ്പ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ നമ്മൾ പേസ്റ്റൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ആക്കുന്നത് പോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഈ വേപ്പിൻ്റെ ഇലയുടെ തളിരില നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് വയറുവേദന വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ കൂടുതലായി കിട്ടിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നന്നായി തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അതിന് പൊടിച്ചിട്ട് അതിൽ പച്ചമഞ്ഞൾ ചേർത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരുവൊക്കെ പോകാനും മുഖം നല്ല ബ്രൈറ്റ്നസ് ആവാനൊക്കെ ഹെൽപ്പാക്കും. ഇനി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു 3 തണ്ട് കഴിക്കണ വേപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് രാവിലെ ഇത് വെറും വയറ്റിൽ നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതുപോലെ ചവച്ചരച്ച് തിന്നാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനും അതുപോലെ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ വയറുവേദന കുറയ്ക്കാനും ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാട്ടോ.